ഹലോ നമസ്കാരം. ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ മറ്റേ എന്താ പറയുക, കല്യാണ മണ്ഡപത്തിൽ നല്ല അടി നടക്കുകയാണ്. സച്ചി അവസാനം അയാളെ കുറേ വഴക്ക് പറയും. ഇപ്പോൾ ശ്രീകാന്ത് പോയി തടുക്കുന്നുണ്ട്. ശ്രീകാന്തിനെ വർഷനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു സംഭവം. പക്ഷേ അത് നല്ല മധുസൂദനൻ്റെ മോക്കടച്ച നല്ല നാല് കൊടുക്കുന്നുണ്ട് സച്ചി. അത് കഴിഞ്ഞ് കസാര എടുത്ത് അടിക്കാൻ നിൽക്കുമ്പോഴൊക്കെയാണ് എല്ലാവരും കൂടെ കൂടി പിടിച്ച് മാറ്റുന്നത്. അവസാനം പറയും, ഇതുകൊണ്ടാണ് ഞാൻ വരില്ല എന്ന് ഞാൻ പറഞ്ഞത്. എന്നിട്ടും അച്ഛനും ശ്രീകാന്തൊക്കെ നിർബന്ധിച്ചുകൊണ്ട് വന്നതാണ്. എനിക്കറിയാം ഇങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ പോവാ ഇവിടെ നിന്നും പറഞ്ഞിട്ട് പിന്നെ രേവതിയുടെ കൈ പിടിച്ച് സച്ചി അവിടുന്ന് കസാരയൊക്കെ തട്ടി തെറിപ്പിച്ചിട്ടിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ വർഷ അങ്ങനെ കത്തിക്കാളി നിൽക്കുകയാണ്. വർഷ കാണുന്നത് അവളെ അച്ഛനെ അടിക്കുന്നതാണ്. എന്തിനാണ് അടിച്ച് എന്നറിയില്ല. അതുകൊണ്ട് വർഷ ആകെ ചൂടായി നിൽക്കുക. കുറേ ഇംഗ്ലീഷിലൊക്കെ ചീത്ത പറയുന്നുണ്ട് നമ്മളുടെ സച്ചിനെ. അത് കഴിഞ്ഞ് സച്ചി രേവതിയും കൂടെ പോണ സമയത്ത് പറയും, പിന്നെ എന്തൊക്കെയായാലും ഇങ്ങനെ ഒരാളെ തല്ലാൻ പാടായിരുന്നു നിങ്ങളുടെ മകൻ എന്നൊക്കെ ഇങ്ങനെ മഹിമ പറയാണ് മറ്റേ ചന്ദ്രനോട്. അപ്പോൾ ചന്ദ്രനെ ഞാൻ മാപ്പ് ചോദിക്കുക അവർക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ രവി പറയും, ഈ തല്ലി അരന്ന് വാങ്ങിച്ചതാണ്, വേണ്ട എന്ന് വിചാരിച്ചിട്ട് അത് എവിടെയോ നിർത്തേണ്ട വിഷയമാണ്, അത് ഇത്രയ്ക്ക് പെരുപ്പിച്ചത് നിങ്ങളാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും പിന്നെ മഹിമയാണ് ഇതിൻ്റെയൊക്കെ സൂത്രധാര. അപ്പോൾ മഹിമ പറയും, പിന്നെ നിങ്ങളെ മകന് ഒരു ഇതുണ്ടോ, ആ കള്ളുകുടിയനെ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പോഴും ഞാൻ പറഞ്ഞു, ആ ഗുണ്ടയാണ് അവനെ, കള്ളുകുടിയനെ അങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല, ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞതാണ്. ഇപ്പോൾ ഈ ചടങ്ങാകെ അലങ്കോലായില്ലേ, ഇതാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം കേട്ടോ. അപ്പോൾ രവി പറയും, മതി, നിങ്ങളായിട്ടുണ്ടാക്കി വെച്ച പ്രശ്നങ്ങളാണ്, ഇനി നമുക്ക് പോവാം എന്ന് പറയും. ചന്ദ്രേവ പോവാ എന്നറിയും. അപ്പോൾ ചന്ദ്രയും പറയുകയാണ്, ചന്ദ്ര ആകെ ഇതായി നിൽക്കുക. പറയും, മോളെ വർഷവാ നമുക്ക് വീട്ടിൽ പോവാം എന്ന് പറയണം. അപ്പോൾ പറഞ്ഞു, ഇല്ല. വർഷ പറയും, ഞാൻ വരുന്നില്ല, ഞാൻ വീട്ടിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വർഷ ഓടിപ്പോവുക. അപ്പോൾ വർഷ ഓടിപ്പോണ സമയത്ത് ശ്രീകാന്തിൻ്റെ അടുത്ത് പോയിട്ട് രവി പറയാണ്, ശ്രീകാന്ത് വർഷേനെയും കുട്ടി വീട്ടിലേക്ക് പോവാം, നമ്മളെ വീട്ടിലേക്ക് പോവാം നമുക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് ഒന്നും മിണ്ടാണ്ട് നിൽക്കുക. വർഷ പോയ ദുഃഖത്തിൽ നിൽക്കുകയാണ്. അവനും ഒരു മോഴയാണ്, അവളെ പിന്നാലെ പോകാൻ നിൽക്കുക. സത്യാവസ്ഥ ഒന്നും അറിഞ്ഞിട്ടില്ല അവൻ. അപ്പോൾ പോകാൻ നിൽക്കുക. അപ്പോൾ മറ്റേ എന്താ പറയുക, ശ്രുതിയും കൂടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ ബഹു സന്തോഷം. കാരണം ഇനി അവൾക്ക് പറയാം, അച്ഛൻ വന്നു തിരിച്ചു പോയി എന്ന് അവൾക്ക് പറയാമല്ലോ. അപ്പോൾ അത് അങ്ങനെ അവളങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവസാനം സച്ചി പോവുകയാണ്, അതായത് രവി പോവുകയാണ്. അപ്പോൾ അതായത് ഒരു ചിരിക്കുകയാണ് ഇവർ നിന്നിട്ട്, മുഖത്തോട്ട് നോക്കി ഭാര്യയും ഭർത്താവും ചിരിക്കുക. കാരണം എന്താ വെച്ചാൽ പിന്നെ അവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഭംഗിയായിട്ട് നടന്നു. അവരുടെ ആവശ്യം എന്താ വെച്ചാൽ ഇവർ രണ്ടുപേരും അങ്ങോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് നടന്നു. അങ്ങനെ ഒരു പ്രശ്നം കിട്ടിയാലും എന്താ, കാര്യം നടന്നില്ലേ. അങ്ങനെ പിന്നെ ഇനി എന്ത് ധൈര്യത്തിലാണ് ഞാൻ എൻ്റെ മോളെ അങ്ങോട്ട് പറഞ്ഞയക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രവിയോട്. മഹിമ ഇങ്ങനെയുള്ള ഒരാളെ വീട്ടിലേക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞയക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ പറയും, ഇത്രയും കാലം അവൾ അവിടെ ഇരുന്ന് അവന് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കില്ല, പ്രശ്നം മുഴുവൻ ഇപ്പോൾ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായതുകൊണ്ട് അവൻ കയറി അടിച്ചത് എന്നൊക്കെ ഇങ്ങനെ രവി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ അയാൾ പോവുകയാണ്. എന്തായാലും ശ്രീകാന്തിനോട് വിളിച്ച് പറഞ്ഞിട്ടാണ് പോണത്. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോകാൻ മാപ്പൊക്കെ പറഞ്ഞ് ചന്ദ്രയും ശ്രുതിയും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് കഴിയുന്ന സമയത്ത് അവിടെ നിന്ന് കയറ് പൊട്ടിക്കുക. അതിൽ പറയും, പിന്നെ ഇതുകൊണ്ട് തന്നെയാണ് അവനോട് വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞത്. മഹിമോട് ഞാൻ എന്ത് പറയും, എൻ്റെ മാനം പോയി, എൻ്റെ അഭിമാനം പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നിന്ന് അവിടെ കരച്ചിലും പറച്ചിലും ഗംഭീരമാണ്. അപ്പോൾ പറയുക, അവൾ കാരണമാണ്, അവളാണ് ഇതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, എത്ര ഭംഗിയായി നടന്ന ചടങ്ങാണ്, അപ്പോൾ അത് മുഴുവൻ അലങ്കോലപ്പെട്ടു. എന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, എല്ലാം അലങ്കോലപ്പെട്ടു. അപ്പോൾ ശ്രുതിയൊക്കെ ഇത് ശരിയാ തള്ളങ്ങനെ പറയണതിൻ്റെ കൂടെ മകൻ തലാട്ടി കാണിച്ചു കൊടുക്കുക, ശരിയാണ്. അപ്പോൾ ഇവളൊന്നും മിണ്ടില്ല, ശ്രുതിയൊന്നും മിണ്ടില്ല. ശ്രുതി പകുതി അസ്വസ്ഥത്തിലേക്കുക. കാരണം ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ചന്ദ്ര അതിൻ്റെ പുറകെ പോകും. അതുകൊണ്ട് പിന്നെ ശ്രുതിയോട് വലിയ ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ പറയും, ഇനി ആൾക്കാരുടെ മുഖത്ത് ഞാനും നോക്കും, എത്ര ആൾക്കാരെ വിളിച്ച് വരുത്തിയതാണ്, അവരെ മുന്നിൽ മുഴുവൻ അപമാനിക്കപ്പെട്ടില്ലേ ഞാൻ, എൻ്റെ മാനം പോയില്ലേ, എൻ്റെ നില പോയില്ലേ, അത് പോയില്ലേ, ഇത് പോയില്ലേ, ഇനി ഞാൻ മഹിമോടും മധുസൂദനോടും എന്ത് പറയും ഞാൻ, ഇനിയിപ്പോൾ അവരുടെ അടുത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ്. അതൊക്കെ അലങ്കോലാക്കി ആ പേച്ചവൻ, അവൻ കള്ളുകുടിയൻ, ഇങ്ങനത്തവൻ സ്വന്തം മകനെയാണ് ആ സ്ത്രീ ഇരുന്ന് പ്രാകുന്നത്. അപ്പോഴേക്കും രവി അങ്ങോട്ട് വരുമ്പോൾ പിന്നെ രവിയുടെ മെക്കിട്ടായി. അപ്പോൾ പറയും,
പിന്നെ എന്താണ് എവിടെ നിങ്ങളോട് ഞാൻ അന്നും പറഞ്ഞതാണ് അവനെ കൊണ്ടുപോകണ്ട. അപ്പോൾ നിങ്ങൾക്കായിരുന്നില്ലേ നിർബന്ധം, അവനില്ലാണ്ട് വരില്ലാന്ന് നിങ്ങളല്ലേ വാശി പിടിച്ചത്. എന്നിട്ടിപ്പോൾ എന്തായി കാര്യങ്ങൾ? ഇപ്പം എല്ലാം നശിച്ചില്ലേ, എല്ലാവരുടെ മുന്നിലും മാനം കെട്ടില്ലേ എന്നൊക്കെ പറയും. കുറേ രവി മിണ്ടാണ്ടിരിക്കും. അപ്പോൾ പറയും, ആരാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്? അവരനല്ലേ, എത്ര നിസ്സാരമായി ഇതാക്കേണ്ട കാര്യമാണ് അവരിങ്ങനെ പെരുപ്പിച്ചെടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും, അവളുടെ ആട്ടത്തിന് തുള്ളാൻ നിൽക്കുകയാണ് പിന്നെ ആ കുടിയനെ ഇങ്ങനെ സ്ക്രൂ കൊടുത്ത് അവൾ വിടുക, എന്നിട്ട് അവൻ പോയി അടി ഉണ്ടാക്കുക. അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും, പിന്നെ നീ വെറുതെ എൻ്റെ മോനെക്കുറിച്ച് കുറ്റം പറഞ്ഞത്. നിങ്ങളുടെ മോനെക്കുറിച്ച് കുറ്റം, അവൻ ചെയ്തത് എന്താണ്? അവൻ ഒരു തെറ്റും ചെയ്യാണ്ട് മാറിയിരുന്നതില്ല. അപ്പോൾ അയാളല്ലേ വെറുതെ വർത്തമാനം പറഞ്ഞത്. നിനക്ക് തോന്നുന്നുണ്ടോ ഈ പിന്നെ രേവതി മോഷ്ടിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ആർക്കറിയാം, എനിക്കെങ്ങനെ അറിയാം അവൾ മോഷ്ടിക്കല്ലേന്ന്? അവളുടെ സ്വഭാവം എനിക്കെങ്ങനെ അറിയാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും, പിന്നെ അപ്പോൾ സുധീനോട് ചോദിക്കുകയാണ്, പിന്നെ ശ്രീകാന്തും പിന്നെ വർഷയും വന്ന് വെച്ചപ്പോൾ അവരെങ്ങനെ ഇങ്ങോട്ട് വരിക? അവരിനിയിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞയക്കുമോ? അവരങ്ങോട്ട് പോയി. വർഷ പോയതിൻ്റെ പിന്നാലെ ശ്രീകാന്ത് അവരുടെ വീട്ടിലേക്ക് പോയി. അവരെങ്ങനെ ഇനി ഇങ്ങോട്ട് പറഞ്ഞയക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, അപ്പോഴാണ് ഇത് പറയുന്നത്, മറ്റേ സച്ചിയുടെ കാര്യം എടുത്തിട്ടുണ്ട്. സച്ചിനെ ഒരു പാവ കണക്കെ ആക്കിയിരിക്കുകയാണ് അവളാണ് കള്ളിയാണ് അവളുടെ കുടുംബം ശരിയല്ല, തെരുവ് കിടന്നവളെ ഇങ്ങോട്ട് വലിച്ചു കൊടുന്നതാണ്, ഇങ്ങോട്ട് ഈ വീട്ടിൽ കയറ്റിയതാണ് തെറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ മതി നിർത്ത് എന്ന് പറയുകയാണ് രവി. മതി, നീ കുറേ നേരമായി കടന്നു പറഞ്ഞോളൂ, നിനക്ക് എന്തിൻ്റെ കേടാ? നീ നടന്നോക്ക്, നീ കണ്ടതല്ലേ എൻ്റെ മോൻ ഒന്നിനും ഇല്ലാണ്ട് മാറിയിരിക്കുകയായിരുന്നു. അയാൾ അടി ചോദിച്ച് വാങ്ങിച്ചതാണ് അയാൾ. അപ്പോൾ പിന്നെ അതുപോലെ നീ രവതിനെ അങ്ങനെ കുറ്റം പറയുമൊന്നും വേണ്ട. എന്ത് തെറ്റാ അവൾ ചെയ്താൽ? അവൾ അന്തസ്സായി ജോലി ചെയ്തിട്ട് തന്നെയാണ് അവൾ ജീവിക്കുന്നത്, അല്ലാണ്ട് ആരുടെയും കണ്ടിട്ട് മോഷ്ടിച്ചിട്ടൊന്നല്ല. അപ്പോൾ പറയും, പിന്നെ എനിക്കറിയില്ല, നിനക്കറിയോ അവൾ മോഷ്ടിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ ചോദിക്കുമ്പോൾ, ആർക്കറിയാം, എനിക്കൊന്നും അറിയില്ല അവൾ മോഷ്ടിക്കലെന്ന്, എനിക്കെങ്ങനെ അറിയാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങോട്ട് പോവാം. അതിൽ ചന്ദ്രേൻ്റെ പിന്നാലെ മറ്റേ രവി ചെല്ലണം, നിൽക്കവിടെ, നീ അങ്ങോട്ട് ഈ പോണത് പറഞ്ഞിട്ട് നീ പറ, അവൾ മോഷ്ടിക്കില്ലല്ലോ. അവൾ മോഷ്ടിക്കില്ല, എനിക്കറിയാം, അവൾ അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്ന കുട്ടിയാണ്. അവളെങ്ങനെ മോഷ്ടിക്കുക? നീ കൊടുത്ത സ്വർണം വരെ നിൻ്റെ കയ്യിൽ ഊരി തന്നിട്ട് വെറും ചരടിൻ്റെ മുകളിൽ താലി കോർത്തിട്ടിട്ടാണ് എൻ്റെ മോള് നടന്നത്. സച്ചി വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് സച്ചി വാങ്ങി കൊടുത്തിട്ട് അപ്പോഴല്ലേ പിന്നെ അവൾ സ്വർണ്ണമാല കഴുത്തിലിട്ടത്? അതുവരെ അവൾ എടുത്തോ? അങ്ങനെ ഇപ്പോൾ എടുക്കാനായിരുന്നെങ്കിൽ നീ വാങ്ങി കൊടുത്ത സ്വർണ്ണം അവൾ എടുക്കില്ലായിരുന്നോ? പിന്നെ അവളത് ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനെ അവൾ മോഷ്ടിക്കുന്നത് എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ സൂക്ഷിച്ച് വാക്കുകൾ ഉപയോഗിക്കണം എന്നറിയും. നിങ്ങളെല്ലാവരും അവരുടെ ഭാഗം പറഞ്ഞത്, എൻ്റെ മോൻ്റെ ഭാഗം പറയും നിങ്ങൾ ആരെങ്കിലും ഉണ്ടായോ? ഈ വീട്ടിലൊരു കുട്ടീനെയാണ് അവർ കള്ളെന്ന് വിളിച്ചത്, കള്ളിന്ന് വിളിച്ചത്. അതിന് നിങ്ങൾ ഈ ഭാഗത്ത് നിൽക്കല്ലാണ്ട് അവരുടെ ഭാഗം ചേർന്ന് പറയുകയല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ എൻ്റെ വർഷയും എൻ്റെ ശ്രീകാന്തും ഇങ്ങോട്ട് വരുമോ? അവരിനി ഇങ്ങോട്ട് വരില്ല, അവരങ്ങോട്ട് പോയില്ലേ എന്നും പറഞ്ഞിട്ടായി അടുത്തത്. വരും, എൻ്റെ മോൻ വരും, ഞാൻ വിളിച്ചാൽ അവൻ വരുമെന്ന്. വിളിച്ച് നോക്കറിയും, വിളിക്കും ഞാൻ വിളിച്ചാൽ അവൻ വരും എന്നൊക്കെ പറയാം. കുറേ യുദ്ധം കഴിഞ്ഞാണ് കേട്ടോ വീട്ടിൽ. അത് കഴിഞ്ഞാൽ രവി മോളിക്ക് പോയിട്ട് ശ്രീകാന്തിനെ വിളിക്കുക. അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ആകെ അന്തം വിട്ട് കുന്തം വിളിക്കുക പോലെ നടക്കുന്നുണ്ട്. അയാൾ ആകെ അപ്സെറ്റായിരിക്കും ഇങ്ങനത്തെ ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം റിങ് എടുത്തിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല, അവൻ്റെ പോക്കറ്റിലാണ് ഫോൺ എടുക്കുന്നത്. പിന്നെയും രവി വിളിക്കുമ്പോഴാണ് ഫോൺ എടുക്കുക. അപ്പോൾ മോനെ നീ എന്താ ഫോൺ എടുക്കാൻ വൈകിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛനെന്താ വിളിച്ച് ചോദിക്കുക. അപ്പോൾ പറയും, നീ എന്താ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാഞ്ഞ് എന്ന് പറയും. അപ്പോൾ വർഷം ഇങ്ങോട്ട് പോന്നു, ഞാൻ വർഷയുടെ കൂടെ പോന്നു, നീ വീട്ടിലേക്ക് വാ. ഇങ്ങനെയൊക്കെ അച്ഛൻ എങ്ങനെ വീട്ടിലേക്ക് വരിക? ഇങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളല്ലേ, പിന്നെ സച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചില്ല അറിയാം. അപ്പോൾ പറയും, സച്ചി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷേ അതിൻ്റെ മുന്നിലുണ്ടായ സംഭവങ്ങൾ അറിഞ്ഞ് അവൻ്റെ ഭാര്യ അത്രയും മോശമായിട്ടാണ് അവർ പറഞ്ഞത്. അത് ആരായാലും കേട്ട് നിൽക്കുമോ ചോദിക്കുകയാണ്. അപ്പോൾ പിന്നെ ഭാര്യയോട് സ്നേഹമുള്ള ഒരു ഭർത്താവ് അത് കേട്ട് നിൽക്കില്ല, അത്രേ അവനും ചെയ്തിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ എന്നാലും അച്ഛാ അതൊന്നൊക്കെ മറക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ നീ എന്തായാലും വീട്ടിലേക്ക് വാ എന്ന് പറയും. അപ്പോൾ പറയും, എനിക്ക് അങ്ങോട്ട് വരാനേ തോന്നുന്നില്ല അച്ഛാ എന്നറിയും. അപ്പോൾ പറയും, നീ വരണം, വർഷേനെയും കൂട്ടിയിട്ട്. അപ്പോൾ നിനക്ക് ഞങ്ങളൊന്നും വേണ്ടേ? പക്ഷേ എനിക്ക് അങ്ങോട്ട് വരാൻ തോന്നുന്നില്ല അച്ഛാ എന്ന് പറയും ശ്രീകാന്ത്. അങ്ങനെ ഒരു ഇതായിട്ട്, കാരണം ശ്രീകാന്തിൻ്റെ മുഖമൊക്കെ കണ്ടത് ഒരുമാതിരി ആയിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ എന്നാൽ ശരി, നീ വരുന്നെങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രവി ഫോൺ വയ്ക്കുക. അപ്പോൾ രവിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ അങ്ങോട്ട് വരില്ല എന്നുള്ളത്. അപ്പോഴേക്കും ഇവരൊക്കെ ആകെ തളർന്ന് ഒരു ഭാഗത്തിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ശ്രുതിക്ക് വിശന്നിട്ട് ശ്രുതി ഫുഡ് ഓർഡർ ചെയ്ത് നിൽക്കുമ്പോൾ ചീത്ത അറിയാണ്, മുണ്ടാണ്ട പോയിക്കോ, നമുക്ക് ഫുഡ് ഇവിടെ മനുഷ്യന് പച്ചവെള്ളം കുടിച്ചാൽ ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ചീത്ത പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അയാൾക്ക് ആരെന്ത് വന്നാലും വിശക്കണേന് ഭക്ഷണം വേണം, അത് അയാൾക്ക്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് എന്താണ്, രവി ഇങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങി വരും, മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആകെപ്പാടെ അന്തം വിട്ടിരിക്കുകയാണ് ചന്ദ്രയും ഒക്കെ. അപ്പോൾ പറയും, എന്താ ഈ അവർ വരുമോ, ശ്രീകാന്തും വർഷയും വരുമോ ഇങ്ങോട്ട്, എന്താ അവർ പറഞ്ഞത് എന്ന് നോക്കിയപ്പോൾ പറയും, വരും
എന്ന് പറയും. അപ്പോൾ വരുമോ ചോദിക്കും. അവർ വരും, രണ്ടുപേരും വരും, കുറച്ച് കഴിയുമ്പോൾ വരും. നീ ഒരു കാര്യം ചെയ്യുക, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, ഭക്ഷണം എന്തെങ്കിലും എടുത്ത് കഴിക്കുക, നമുക്ക് നല്ല ക്ഷീണമുണ്ട്, പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറയും. അവർ വരികയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലൊരു ഇത് വേണ്ട പറഞ്ഞിട്ട് രവി അങ്ങോട്ട് പോവാം. അപ്പോൾ ചന്ദ്ര പറയും പിന്നെ സുധീനോട്, പിന്നെ ഇല്ല അവർ വരില്ല, അദ്ദേഹത്തിൻ്റെ മുഖം ശ്രദ്ധിച്ചോ, അവർ വരില്ല, അവരൊരിക്കലും ഇങ്ങോട്ട് വരില്ല എന്നിങ്ങനെ പറയും. ഇനി എൻ്റെ മോനും മോളും ഇങ്ങോട്ട് വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് ചന്ദ്ര. അതിനിടയ്ക്ക് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും സച്ചി അത് ചെയ്ത് ശരിയായില്ല, എന്നാലും വർഷയുടെ അച്ഛനെ അടിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. ഒരാൾ പോലും ഇവരുടെ ഈ സച്ചിയുടെയും രേവതിയുടെയും രവിയുടെയും കൂടെ നിന്നില്ല, അശോകനൊഴികെ ഒരു മനുഷ്യൻ ഇവർക്ക് ഭാഗം പറഞ്ഞില്ല. കാരണം തെറ്റ് മുഴുവൻ അവരുടെ അടുത്താണ് സംഭവിച്ചത്. അപ്പോൾ പറയും, മാല നീ കട്ടത് നീ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് രവി ചന്ദ്രനോട്. കാരണം ആ മാല, റോസ് പൂ മാലയുടെ മുകളിൽ നിന്ന് ആ മാല ഊരിയെടുക്കുന്ന കണ്ടത്, അല്ലാണ്ട് കട്ടതല്ലല്ലോ കണ്ടത്. പിന്നെ എന്തിനാ വെറുതെ കള്ളി എന്നുള്ള പേര് വിളിച്ചത്? അത് ആർക്കായാലും അത് വിശദീകരിച്ച് അവിടെ പറഞ്ഞതുമാണ്. പിന്നെ അങ്ങനെ ഇതാക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇവന് രവി ബാക്കിയുള്ള ഇതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി രേവതിയും കൂടി ഇങ്ങനെ വരികയാണ് കാറിൽ, അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നിട്ട് പിന്നെ രേവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ സച്ചിയേട്ടാ വീട്ടിൽ അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടാവുമോ എന്ന് പറയുമ്പോൾ അറിയില്ല എന്നറിയാം. അങ്ങനെ കാറൊരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുമ്പോൾ ഇതെന്താ ഇവിടെ എന്ന് പറയും. അപ്പോൾ പറയും, റെസ്റ്റോറൻറ്റിലേക്ക് ഭക്ഷണം വരാനല്ലാണ്ട് പിന്നെ എന്തിനാണ് വരുന്നത് അറിയും. ഇറങ്ങി, എനിക്കൊന്നും വേണ്ട, എനിക്ക് വിശക്കുന്നില്ല അറിയും. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഒന്ന്, വന്ന് വല്ല ഭക്ഷണം, ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്വൈരം ഉണ്ടാവില്ല. അമ്മ അത് പറഞ്ഞ് അത് കാണിച്ചു ഇത് കാണിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഇരിക്കാൻ വീടില്ല ഒരു ഭാഗത്ത്. അതും കൂടെ നീ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയാം, അങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ പറയുക, എനിക്ക് വേണ്ട അറിയുന്നത്, എനിക്ക് വേണം, എനിക്ക് വിശക്കുന്നുണ്ട് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ ഡോറ് തുറന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ പിന്നെ അവൾക്ക് ഇറങ്ങലാണ്ട് നിവർത്തിയില്ലല്ലോ രേവതിക്ക്. അങ്ങനെ രേവതിയും ഡോറ് തുറന്ന് പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വരുന്ന സമയത്ത് സച്ചി ആകുമ്പോൾ സച്ചീൻ്റെ കൈ പിന്നെ വന്ന് പിടിക്കണം. സച്ചിയേട്ടാ എനിക്ക് ഒന്നാമത് ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങില്ല, എനിക്ക് മനസ്സിലാകെ തീയാണ്, എനിക്ക് തളർന്ന് പോണ പോലെ, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നറിയോ, എന്നിട്ട് എനിക്ക് ഇപ്പോൾ കഴിച്ചാൽ ശരിയാവില്ല എന്നറിയാം. അപ്പോൾ അറിയും, അതുകൊണ്ട് നീ എന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടത്, എന്നാലേ മനസ്സിനൊരു ധൈര്യം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ശരീരം ക്ഷീണിച്ചാൽ മനസ്സും ക്ഷീണിക്കും, അതുകൊണ്ട് വന്ന് ഭക്ഷണം കഴിക്കുക എന്നറിയും. അതിൽ പറയും, വേണ്ട സച്ചിയേട്ടാ, വേണ്ടാഞ്ഞിട്ടാണ്, നമുക്ക് പോവാം, വീട്ടിൽ പോവാം എന്നൊക്കെ പറയും. ഇല്ല എനിക്ക് വിശക്കുന്നുണ്ട്, ഇവിടുത്തെ ഫ്രൈഡ് റൈസ് നല്ല രസമാണ് എന്ന് പറയും സച്ചി. അപ്പോൾ പറയും, നീ വാന്ന് പറയും. അപ്പോൾ പറയും, എത്ര നന്നായി അച്ഛമ്മേനെ കൊണ്ടുവരാതിരുന്നത്. അച്ഛമ്മേനെ കൊണ്ടുവന്നെന്ന് അയാളുടെ മുഖം അടിച്ച് പൊളിച്ചിരുന്നു ആ മൊണ്ണൻ്റെ മുഖം അടിച്ച് പൊളിച്ചിരുന്നു. അച്ഛമ്മേനെ കൊണ്ടുവരാതിരുന്നത് നന്നായി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും, ഇനി പിന്നെ ഇതിലും കഷ്ടമായിരുന്നു, അപ്പോൾ രംഗം വളരെ മോശമാവുമായിരുന്നു എന്ന് പറയും. ഇപ്പോൾ അതൊന്നും ഉണ്ടായില്ലല്ലോ, നീ വാ എന്ന് പറയും. പിന്നെയും വിളിക്കുകയാണ് സച്ചി. അപ്പോൾ പറയും, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ് സച്ചിയേട്ടാ, ഒരു കാര്യം ചെയ്യുക, സച്ചിയേട്ടൻ പോയി ഭക്ഷണം കഴിക്കുക, ഞാൻ കാറിലിരുന്നോളാം അറിയും. അപ്പോൾ അറിയും, നിനക്കും കൂടി വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയത്, അപ്പോൾ നിനക്ക് വേണമെങ്കിൽ ഞാനും വേണ്ട, പക്ഷെ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോകുമെന്ന് അറിയും സച്ചി. അപ്പോൾ പറയും, എവിടേക്ക് നോക്കിട്ടോ, ബാറിലിപ്പോൾ 2 ബോട്ടിൽ കഴിച്ചാലും എനിക്ക് ഒന്നും ആവില്ല, അവിടെ ഞാൻ വല്ലതും കഴിച്ചോളാം, എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നോളാം എന്നറിയും. അപ്പോൾ പറയും, അയ്യോ എന്ന് പറഞ്ഞപ്പോൾ ഓടുകയാണ് സച്ചി കാറെടുക്കുന്നത്. അവർ പിന്നാലെ രവതി പോയിട്ട്, വേണ്ട ഞാനും കഴിക്കാൻ വരാം എന്നങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് പോരുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. സച്ചിയും പിന്നെ രവതിയും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് കയറി പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മധുസൂദന വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക, അയാളുടെ വീട്ടിൻ്റെ മുകളിൽ. കാരണം 4 അടി കിട്ടിയാൽ എന്താ, മകളെയും മരുമകനെയും വീട്ടിലേക്ക് കൊണ്ടുവന്നല്ലോ, അങ്ങനെ ഇങ്ങനെ നിൽക്കുക. പക്ഷേ അയാൾക്കൊരു ഇതുണ്ട്, അടി കിട്ടിയിട്ട് അയാൾക്ക് വലിയൊരു സുഖമൊന്നുമില്ല, നല്ല കിട്ടലാണ് കിട്ടിയത്. എന്നിട്ടിങ്ങനെ അവർന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് മഹിയും വരുന്ന ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. കാരണം അവർ പിടിച്ചെടുത്ത കാര്യങ്ങൾ വന്നല്ലോ എന്നുള്ളതിൽ മഹിമ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ അതാണ് ഇന്നത്തെ ചെമ്പനീർ പോസ്റ്റ്. പക്ഷേ അത് സത്യാവസ്ഥ വർഷ അറിയണം എന്താണ് സംഭവം. കാരണം വർഷയ്ക്ക് രേവതിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്, അതിൻ്റെ ഇടയ്ക്ക് അവർ ചെയ്ത് കൂട്ടിട്ടുള്ള തമ്മാടിത്തരങ്ങളൊക്കെ വേറെ ഉണ്ട്, അതൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം പറയാനുള്ള ചാൻസും കിട്ടിയിട്ടില്ല. അപ്പോൾ വർഷ അത് എങ്ങനെയെങ്കിലും ഈ സത്യം വർഷയും ശ്രീകാന്തും അറിയണം, കറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ മുന്നോട്ടെടുക്കാൻ. ഇവർ തോൽക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ജയിച്ച പോലെയില്ലേ, 4 കിട്ടിയാലെന്താ, വിചാരിച്ചെടുത്ത കാര്യം നടന്നല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ കഥ. അപ്പോൾ അത് ആരും മിസ് ചെയ്യേണ്ട കാണുക. അതുപോലെ രാധാസ് ഹോമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അതുപോലെ ആ ബെല്ലൈക്കണൊക്കെ അമർത്തി സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ സീരിയൽ കാണാൻ മറക്കരുത് കേട്ടോ, സീരിയൽ സൂപ്പർ. അതുപോലെ എൻ്റെ കഥ കേൾക്കാനും. ഓക്കെ, താങ്ക് യു.